ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോഗിൻ്റെ കലണ്ടർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കുറച്ച് അലൂമിനിയം ഫോയിൽ എടുക്കണം. എന്നിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. ഇതായിരിക്കും നമ്മുടെ ക്ലേയിൻ്റെ ബേസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചാൽ നല്ലൊരു സ്ട്രെങ്ത്തും കിട്ടും. അതേപോലെ തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് ക്ലേയെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ഇനി ക്ലേ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഷീറ്റ് പോലെ ആക്കിയിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സിൽ ക്ലേ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു സൈഡ് കുറഞ്ഞും ഇന്നൊരു സൈഡ് കൂടിയും പോയി കഴിഞ്ഞാൽ ക്ലേ ഡ്രൈ ആവുന്ന സമയത്ത് ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫുള്ളി ഇങ്ങനെ കവർ ചെയ്ത് കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്ത് എല്ലായിടത്തും കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്കൾപ്റ്റിംഗ് ടൂളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സോ ഉപയോഗിച്ച് അതിൽ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രോഗിൻ്റെ തലയുടെ പോർഷനാണ് ചെയ്യുന്നത്. 2 ചെറിയ ക്ലേ ബോൾസ് എടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കലണ്ടറിൻ്റെ ബ്ലോക്സ് വയ്ക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പീസ് ഓഫ് ക്ലേ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സർഫസ് ഫുള്ള് കുറച്ച് റഫായിട്ടുള്ളേ ഉള്ളത്. ഇതിനെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു ബ്രഷ് ഡിപ്പ് ചെയ്ത് ഈ ക്ലേയുടെ മുകളിൽ കൂടെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ഉപയോഗിക്കരുത്. ഒത്തിരി വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ആവും. ബ്രഷും നിങ്ങളുടെ ഫിംഗേഴ്സും ഉപയോഗിച്ച് അതൊന്ന് സ്മൂത്താക്കി കൊടുക്കുക. ഒരു വെറ്റ് സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലും സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ളൊരു സർഫസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ലോട്ടസിൻ്റെ ലീവ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ കാണാൻ വേണ്ടി താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒരുമിച്ച് അപ്ലോഡ് ചെയ്തേക്കാണ്. So let's see again in part 2 video. Bye bye.